ഫ്രണ്ട്സ്, വെൽക്കം ടു റോയൽ കുക്കറി. ഇന്ന് ഞാനിവിടെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയട്ടെ. ചക്ക എരിശ്ശേരി. ചക്ക എരിശ്ശേരി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതൊരു പ്രത്യേക ടൈപ്പിലാണ് തയ്യാറാക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ സാധനം മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പോരെ. ഇവിടെ ഞാൻ നല്ല സൂപ്പർ ചക്കച്ചോളം എടുത്തിട്ടുണ്ടേ. ഇനി ആദ്യം നമുക്കിത് കുനുകുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ചക്ക നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ. അപ്പോഴേക്ക് ഈ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വേവിച്ചെടുത്തോണ്ട് വരാം. ഇനി നമ്മുടെ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പ് ശരിയാക്കാം. ചക്ക എരിശ്ശേരിയാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇത്ര വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് 2-3 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത ചക്കയാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ചക്കയ്ക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ വേവിനനുസരിച്ച് നമ്മൾ വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചില ചക്ക പെട്ടെന്ന് വേവും. ഉണക്ക സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ 2 കപ്പോ 3 കപ്പോ ഒക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും ചില ചക്കയ്ക്ക്. അതനുസരിച്ച് വെള്ളം ഒഴിച്ചു വേണം. അതിന് ശേഷം ഈ ചക്കയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും അരപ്പും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ അരപ്പും ചക്കയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പെല്ലാം ഒന്ന് കലങ്ങി റെഡിയായി വരണം. ഈ സമയം കൊണ്ട് ഇതിനുള്ള കടുക് വറുക്കണം. സാധാരണ ചുമ്മാ കടുക് പൊട്ടിച്ചിട്ടാൽ പോരാ. നമുക്ക് കടുക് വറുക്കാനുള്ള സംവിധാനം കൂടെ ഈ സമയം കൊണ്ട് റെഡിയാക്കാം. അപ്പോൾ കടുക് വറുക്കാനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഈ തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. തേങ്ങ നമ്മുടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ തേങ്ങ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പം ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഈ കുഴിയുള്ള പാത്രം എടുത്ത് എന്തിനാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഈ തേങ്ങ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെയാണ് ഞാൻ കടുക് വറുക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇടാവും. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ഇടുന്നു. ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത് ഭയങ്കര ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. ഇനി ഒരു കറിവേപ്പില.
ഇത്രയും ഇട്ട് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്തു ഞാൻ. ഇനി ഞാൻ ഈ തേങ്ങയും കൂടി ഇതിനൊപ്പം ഇട്ടങ്ങ് ഇളക്കും. ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കറിയാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയില്ലേ, അതിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ലോ ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും വറുത്തതും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാണ് തയ്യാറാക്കുക. ഇതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ചക്കയെരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട, നമ്മുടെ ഈ എരിശ്ശേരി മാത്രം മതി. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണിത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് സൂപ്പറായത്, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുകയല്ല. എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റിൽ നമുക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു കറിവേപ്പില, ഒരു ടേസ്റ്റാണ്. ഇതും കൂടി അങ്ങ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ എരിശ്ശേരി അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്.